ഇന്ന് നമ്മൾ വീട്ടിൽ കൂട്ടാൻ തക്കവണ്ണമുള്ള ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അത് വിനാഗിരി ചേർക്കാത്ത ഈ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ നാരങ്ങ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാവുന്ന ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഓറഞ്ച് ടൈപ്പ് വലിപ്പത്തിലുള്ള നാരങ്ങ എടുത്തു. ആവി കയറ്റി അത് തണുത്തപ്പോൾ അതിനെ പീസസ് ആക്കി ഉപ്പും മഞ്ഞളും ചേർത്ത് തലേന്നേ തന്നെ വെച്ചേക്കുമായിരുന്നു. അത് പിറ്റേ ദിവസം എടുത്ത് ഒരു ദിവസം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് അച്ചാറിടാനായിട്ട് വെച്ചേക്കുവാണ്. അതിന് ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കുറച്ച് അളവൊന്നുമില്ല, ഏകദേശം 1-2 പീസ് ഇഞ്ചി, ഇത്രയും വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ ഇച്ചിരി കരിയാപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രിപ്പറേഷനിലൂടെ കാണാം. ഞാൻ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ കൂടുതൽ എണ്ണയൊന്നും വേണ്ട, ഒരു 3-4 സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് അങ്ങിടുകയാണ്. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം പിന്നെ ഈ പച്ചവളവും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് മസാലകളൊക്കെ ഇടുന്നത്. അതിൻ്റെ കൂടെ പച്ചമുളക് കീറിയതും കൂടെ ഇട്ടൊന്ന് വഴറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഇനി നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. തീ ഇച്ചിരി കുറച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫാക്കി വയ്ക്കുകയോ ചെയ്തിട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് 1 സ്പൂൺ കായപ്പൊടി. അച്ചാറിന് കായപ്പൊടി നല്ലതായിട്ടുണ്ടായ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഞാനൊരു 300 ഗ്രാമിൻ്റെ കണക്ക് വെച്ചൊരു 3 സ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ നോക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ശകലം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ചൂടാക്കാം. ഇതിപ്പോൾ എല്ലാം വഴറ്റിയത് കൊണ്ട് ഞാൻ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ചൂടുവെള്ളം തണുപ്പിച്ചത് ഒഴിച്ചുകൊണ്ട് ഞാനിത് ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഓഫാക്കി നമുക്ക് ഇത് നാരങ്ങയ്ക്കകത്തോട്ട് മിക്സ് ചെയ്യാം. ഇത് ചൂടുവെള്ളം തണുപ്പിച്ചതാണ്, കുറച്ച് ചൂടുവെള്ളം തണുപ്പിച്ചത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അധികം തിളയ്ക്കേണ്ട കാര്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാരങ്ങയ്ക്കകത്ത് പെട്ടെന്ന് ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം തിളപ്പിക്കുന്നില്ല. തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് ഇത് നമുക്ക് നാരങ്ങയ്ക്കകത്തോട്ട് ചേർത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. മസാലകളെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇതിനെ എടുത്ത് നോക്കാം. ഉണ്ട്, ഇപ്പോൾ തന്നെ ഒരു കുറൂര് പരുവത്തി വന്നിട്ടുണ്ട്. വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, നമ്മൾ ചട്ടിക്കകത്തുനിന്ന് ഒഴിച്ചതേ ഉള്ളതുകൊണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടി 1 ദിവസം നമുക്ക് വെച്ചേക്കണം. അതിന് ശേഷം നമുക്ക് കുപ്പികളി എടുത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.